അല്ലെ? ഇത് വളരെ മഷൂറായ ഒരു നസമാണ് കൈഫി അസമിന്റെ. എത്രത്തോളം ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ വ്യക്തിദാത്തി जिंदगी भी में भी बड़ी तब्दीली आ गई है. ഈ ഔറത്ത് എന്നുള്ള നസം കാരണം അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതം എന്ത് ചെയ്തിരിക്കുന്നു, ഒരുപാട് മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അപ്പോ ഇത് വളരെയധികം അദ്ദേഹത്തിന് ഒരു ക്ലാസിക് ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, എടുത്തു പറയാൻ കഴിയുന്ന ഒരു പിന്നെ നസമാണ് ഔറത്ത് എന്നുള്ളത്. നമുക്ക് അതിന്റെ വിഷയത്തിലേക്ക് കടക്കാം. കൽബ് ആദ്യത്തെ 4 വരി എന്താണെന്ന് വെച്ചാല് ഒരു കുറച്ച് ടഫ് അല്ല. നമ്മൾ എന്ത് ചെയ്യാം, നന്നായിട്ട് ശ്രദ്ധിച്ച് നമുക്ക് മനസ്സിലാക്കിയാൽ മാത്രമേ ഉള്ളൂ നമുക്ക് നിങ്ങൾക്ക് സ്വന്തമായിട്ട് വായിക്കുമ്പോൾ മനസ്സിലാവുള്ളൂ. നോക്കാം. കൽബെ മാഹൂൽ മേ ലർസാൻ ഷററെ ജംഗ് ഹെ ആജ്. കൽബെ മാഹൂൽ മേ ലർസാൻ ഷററെ ജംഗ് ഹെ ആജ്. അതായത് കൽബ് അത് ഹൃദയം, മാഹൂൽ പറഞ്ഞ അന്തരീക്ഷം. കൽബെ മാഹൂൽ മേ അന്തരീക്ഷത്തിൽ, ലർസാൻ ലർസിന എന്ന് പറഞ്ഞ ലർസിന എന്ന് പറഞ്ഞാൽ എന്താണ്, വിറക്കുക. അതായത് ഷറർ പറഞ്ഞ തീപ്പൊരി, ഷററെ ജംഗ് പറഞ്ഞ യുദ്ധത്തിന്റെ തീപ്പൊരി, ഹേ ആജ് അതായത് അന്തരീക്ഷത്തിന്റെ ഹൃദയഭാഗത്ത് ഇന്ന് ഒരു തീപ്പൊരി എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ മിന്നുന്നുണ്ട്, പായുന്നുണ്ട്. അതായത് ഈ സമൂഹത്തിൽ ഇന്ന് വലിയൊരു മാറ്റം സംഭവിക്കാം. ഷറർ നമ്മൾ എന്തിനു വേണ്ടി വെക്കുന്നതാണ്, വിപ്ലവത്തിന് വേണ്ടിയിട്ട്. ഷററെ ജംഗ് തീപ്പൊരി എപ്പോഴും ഉണ്ടാവും, വിപ്ലവത്തിന് ഒരു കവിതയിൽ നമ്മൾ സാധാരണ എന്ത് ചെയ്യുന്നു, ഉപയോഗിക്കും. ഷോല എന്ന് പറയുന്നത് എന്തിനാ, തീജ്വാല, വിപ്ലവത്തിന് വേണ്ടി. ഷബ്നം നമ്മളിപ്പോ പറഞ്ഞില്ല കുറച്ചു മുമ്പ്, ഷോല ഷബ്നം പറഞ്ഞ അതിൽ ഷോല എന്ന് പറഞ്ഞാൽ എന്തിനും പ്രതിനിധാനം ചെയ്യുന്ന നുമായിന്ദഗി കർത്തേ ഹേ വോ ഏക് ഇൻഖിലാബി തസൂർക്ക് ഈ നുമായിന്ദഗി കർത്തേ. എങ്ങനെ കോയി വിപ്ലവം എന്തായാലും എന്താ വരുന്നതാണ്, അതിന്റെ ഒരു പേഷ് ഖീമയാണ്, അതിന് മുന്നോടിയായിട്ടാണ് എന്ത് ചെയ്യണത്, ഷററും അതുപോലെ ഷററെ ജംഗ് സാധാരണ ഉണ്ടാവാറുള്ളത്. അതായത് കവി ഇതിൽ ഉദ്ദേശിക്കുന്നത് മാഹൂൽ അന്തരീക്ഷം, മുആശറന്റെ അതായത് സമൂഹത്തിന്റെ സമാജിന്റെ ഹൃദയഭാഗത്ത് വലിയൊരു മാറ്റം ഇന്ന് സംഭവിക്കാൻ പോവുകയാണ്. അതിന് മുന്നോടിയാണ് ഈ യുദ്ധത്തിന്റെ തീപ്പൊരി എന്ത് ചെയ്യുന്നത്, പിന്നെ ഉടലെടുക്കുന്നത് ഇന്ന്. അതായത് പ്രസന്റില്, ഇപ്പോൾ നിലവില്. ഹൗസലെ ഹൗസലെ വക്തക്കെ ഹൗസല എന്ന് പറഞ്ഞാല് ആവശ്യം, ആഗ്രഹം അല്ലെങ്കിൽ സാമർത്ഥ്യം ഒക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, വെക്കാം. ഹൗസലെ വക്തക്കെ കാലത്തിന്റെ ആവശ്യവും, അതുപോലെ തന്നെ ഓർ ജീസ്തക്കെ ഹൗസലെ വക്തക്കെ ഓർ ജീസ്തക്കെ ഇക് രംഗ് ഹെ ആജ്. അതായത് സമയത്തിന്റെയും, ജീസ്ത് പറഞ്ഞാൽ ജീവിതം, സമയത്തിന്റെയും ജീവിതത്തിന്റെയും ആവശ്യം എക് രംഗ് ഹെ ആജ് ഇന്ന് ഒന്നാണ്. അതായത് വക്ത് കാ തക്കാസ ഭി യഹി ഹെ, യഹി ചാഹതാ ഹെ, ക്യാ ചാഹതാ ഹെ, സമാജ് മേ എക് തബ്ദീലി ലാന ചാഹത്തെ ഹെ. അതുപോലെ തന്നെ നമ്മുടെ ജീവിതം ആവശ്യപ്പെടുന്ന എന്താണ്, നമ്മുടെ ജീവിതം ഇപ്പോൾ ഒരേ മാതിരി ആയിരിക്കണം, നിരന്തരം നമ്മൾ ഡേ ബൈ ഡേ നമ്മൾ റോസ് തബ്ദീലി സെ ഗുസർ രഹി ഹെ, നമ്മൾ മാറ്റത്തിലൂടെ എന്ത് ചെയ്യണത്, പോകുന്നത്. അപ്പോൾ നമ്മൾ എന്താണ്, ഒരു ദിവസം ഒരാൾക്ക് കാണുന്ന ആളല്ല പിറ്റേ ദിവസം നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സമയം അങ്ങനെ തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ സമയം നമ്മൾ പുതുതായിട്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ഉദാഹരണം മൊബൈല് അല്ലെങ്കിൽ ഏതെടുത്ത് നോക്കിയാലും നമുക്ക് എന്താണെന്ന് മനസ്സിലാകാൻ സാധിക്കുന്നത് അതെന്താണ്, നിരന്തരം മാറ്റത്തിന് വിധേയമാവുന്നുണ്ട്. അപ്പോൾ ഈ സമയം ഇപ്പോൾ പ്രസന്റിലുള്ള ഈ ആജിലും ഈ ഹൗസലെ വക്തക്കെ ഈ സമയത്തിന്റെയും ആവശ്യം എന്താണ്, അതുപോലെ തന്നെ ജീസ്തിക്കെയും ആവശ്യം എന്താണ്, യക്രംഗ് ഹെ ഒന്നാണ് ഇന്ന്. അതായത് ഈ മാറ്റം, അതായത് ഷറർ ജംഗ് സമയം ആഗ്രഹിക്കുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മൾ ജീവിതം, സാമാജിക നിസാം, സാമൂഹ്യ വ്യവസ്ഥയും എന്ത് ചെയ്യുന്നു, ആഗ്രഹിക്കുന്നു. ഈ സമൂഹത്തിന്റെ കിടപ്പിൽ എന്ത് ചെയ്യണം, ഒരു മാറ്റം, കാതലായിട്ടുള്ള ഒരു മാറ്റം, ബഡേ പൈമാനെ പർ തബ്ദീലി ലാന ജറൂരി ഹേ, കൊണ്ടുവരൽ എന്താണ്, അത്യാവശ്യമാണ്. അപ്പൊ ഇത് കൊണ്ടുവരണം. അപ്പൊ അത് കഴിഞ്ഞു. കൽബെ മാഹൂൽ മെ ലർസാൻ ഷററെ ജംഗ് ഹെ ആജ്, ഹൗസലെ വക്ത് കെ ഓർ ജീസ്ത് കെ എക് രംഗ് ഹെ ആജ്. അടുത്തത് ആബ് ഗീനോ മേ, അതായത് ഗ്ലാസുകളിൽ തപ്പാൻ വാർത്തെടുത്ത വൽവലയെ സംഗ് ഹെ ആജ്. വൽവല എന്ന് പറഞ്ഞാൽ ആവേശം, വൽവലയെ സംഗ് ഉറച്ച കല്ല് പോലത്തെ, അത് കല്ല് പോലത്തെ ഒരിക്കലും കോട്ടം തെറ്റാത്ത ഷെയ്ക്കാത്ത ഗ്ലാസുകളിൽ വാർത്തെടുത്ത ആവേശമാണ് ഇന്ന്. അതായത് ഇന്ന് നമ്മൾ കവി പറയുകയാണെന്ന് എന്തോ നമ്മൾ എന്ത് ചെയ്താണ്, നമ്മൾ എന്തിനാണ് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്, അത് നമ്മൾ നേടിയിട്ടേ ഇരിക്കുകയുള്ളൂ. അത്രക്കും വൽവലയ സംഘേ, അതായത് നമ്മളെ ആവേശം എങ്ങനെയാണ്, പെട്ടെന്ന് പെട്ടു പോകുന്നതല്ല, ഒരിക്കലും ക്ഷയിച്ചു പോകുന്നതല്ല, സംഘ് പോലെ എന്താണ്, ഉറച്ചു നിൽക്കുന്നതാണ്. നമ്മളിതിൽ ഒരു അടി എന്തില്ല, ഈ കദമി പീച്ചെ നെഹി अपनी जानिबी मंजिल तक नहीं पहुंच पाते. അതെന്താണ് ജാനിബി मंजिल क्या है वो अभी तक नहीं बताया. वो आगे के जो अशार आते हैं, बाकी के जो अशार होते हैं उसमें उसका तफसील से जिक्र होता है. उसिन उसिन और ഇഷ്ക്. ഉസിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, സൗന്ദര്യം. ഇഷ്ക് പറഞ്ഞാലോ പ്രണയം. ഉസിന് സാധാരണ കവിതയിൽ എപ്പോഴും വെക്കുന്നത് അത് മരുദിന് വേണ്ടിയിട്ടാണ്, പുരുഷന് വേണ്ടിയിട്ടാണ്. അല്ല, മറുദിനല്ല, ഔരത്തിന് വേണ്ടിയിട്ടാണ്. ഔരത്തിനെ പ്രതിനിധാനം ചെയ്യുന്നു ഹുസ്ൻ എന്ന് പറയുന്നത്. ഇഷ്ക് എന്ന് പറഞ്ഞാലോ അത് മറുദിനെ എന്താവുന്നു, ആഷിക്കിനെ എന്ത് ചെയ്യുന്നു, പ്രതിനിധാനം ചെയ്യുന്നു. അപ്പൊ നോക്കാം.
ഹുസ്നോ ഇഷ്ക് അം ആവാസ് എന്ന ഒപ്പാണ്, ഒരേ ശബ്ദമാണ് ഒരിക്കല്. അംഹാങ്ക് ഹെ ആജ് എന്ന് ഒന്നാണ്. അംഹാവാസ് ഒരു അംഹാങ്ക് ഹെ ആജ് എന്ന് പറഞ്ഞാൽ ഇന്ന് രണ്ട് കൂട്ടർ എന്താണ് ഹുസ്നു ഇഷ്കും അതായത് മർദ് ഹസ്രാത്ത്, അതായത് പുരുഷന്മാരും അതുപോലെ തന്നെ സ്ത്രീകളും എന്താണ് ഒന്നാണ്. ഈ കാര്യത്തിൽ വിപ്ലവം വരേണ്ട കാര്യത്തിൽ എല്ലാവരും എന്താണ് ഒന്നാണ്. വിപ്ലവം എന്താണെന്ന് എന്ത് ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. ഇത് അവിടെ ഈ 4 വരി എന്താണ് ചാർ മിസ്ര എന്താണ് ഇനി വരാൻ പോകുന്ന കവി പറയാൻ പോകുന്ന ആ വിപ്ലവത്തിലേക്കുള്ള ഒരു സൂചനയാണ്. ഇഷാര ദേത്താൻ, അതെന്താണ് ഒരു സൂചിപ്പിക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പൊ നോക്കാം നമുക്ക് എന്താണ് കവി പറയണത്, ആ വിപ്ലവം എന്താണ്. അതിന് വേണ്ടിയിട്ട് ഹുസ്നും ഒന്നാണ്, അതുപോലെ തന്നെ ഇഷ്കും ഒന്നാണ്, വക്തും ആഗ്രഹിക്കുന്നു, ദീസ്തും ആഗ്രഹിക്കുന്നു, അതുപോലെ തന്നെ എല്ലാവരും മൽബലെ സംഘുമാരും ഉറച്ചു നിൽക്കുന്ന, ആ ആവേശത്തോടെ ഉറച്ചു നിൽക്കുന്ന, എല്ലാവരും കൊതിക്കുന്ന ആ വിപ്ലവം എന്താണ്, അതാണ് ഇനി വരുന്ന വരികളിൽ കവി പറയണത്. നോക്കാം. जिसमें जलता हूँ उसी आग में जलना है तुझे. ഏത് തീയിലാണോ കവി പറയാണ്, മാഷൂഖാനോട് പറയാണ്, ഏത് തീയിലാണോ ഞാൻ വേവുന്നത്, ഞാൻ കത്തുന്നത്, അതേ തീയിൽ നിനക്ക് എന്ത് വേണം, കത്തേണ്ടതുണ്ട്. നിനക്കും എന്താണ് കത്തേണ്ടതുണ്ട്. കത്തേണ്ടതുണ്ട്. അതായത് മറുത് ഏതൊക്കെ തെരഞ്ഞെടുപ്പിലൂടെയാണ് കടന്നു പോകുന്നത്, പുരുഷൻ ഏതൊക്കെ റോളിലൂടെ അദ്ദേഹം കടന്നു പോകുന്നു, അതേ റോളിലൂടെ നിനക്കും എന്ത് ചെയ്യണം, ഏതൊക്കെ പ്രയാസങ്ങൾ സഹിക്കുന്നു ആ പ്രയാസങ്ങളൊക്കെ നിനക്കും എന്ത് ചെയ്യണം, സഹിക്കണം. നീ എന്റെ പിന്നാലെ എന്ത് ചെയ്യണം, വേണം. ഉഡ് മെരി ജാൻ, പ്രിയതമേ നീ എന്ത് എണീക്ക്, മേരെ സാത്ത് ഹി ചലനാ ഹൈ തുജേ, എന്റെ ഒപ്പം തന്നെ നിനക്ക് എന്ത് ചെയ്യണം, പോകേണ്ടതാണ്, നീ നടക്കേണ്ടതാണ്. അപ്പോ എന്തതിൽ പറയണം, ജിസ്മെ ജൽത്താഹും, ജിസ്മെ എന്ന് പറഞ്ഞ ഏത് തീയിലാണോ ഞാൻ എന്ത് ചെയ്യുന്നു, കത്തിയുരുകുന്നത്, അതേ തീ, ഏതൊക്കെ പ്രയാസങ്ങൾ ഏതൊക്കെ സുഖദുഃഖങ്ങളിലൊക്കെ ഞാൻ പോകുന്നു, അതേ ദുഃഖങ്ങളിലൂടെയൊക്കെ നിനക്കും എന്ത് ചെയ്യണം, കടന്നു പോകണം എന്ന ആദ്യത്തെ വരിയില് ഒരു എന്ത് ചെയ്യാണ്, തന്റെ മാഷൂഖാനെ എന്ത് ചെയ്യാണ്, സങ്കല്പിച്ചുകൊണ്ട് മൂപ്പര് എന്ത് ചെയ്യാണ്, വളരെ എന്താണ് നിർമ്മിയോടുകൂടെ എന്ത് ചെയ്യുന്നു, മൂപ്പര് പറയാണ്, ഉഡ് മെരി ജാൻ, എന്റെ പ്രിയതമേ നീ എണീക്ക്, മേരെ സാത്ത് ഹി ചലനാ ഹൈ തുജേ, എന്റെ ഒപ്പം തന്നെ നിനക്ക് എന്ത് ചെയ്യണം, നടക്കേണ്ടതുണ്ട്. എന്റെ പിന്നിലും വരരുത്, അതുപോലെ തന്നെ എന്റെ മുമ്പിലും പോണ്ട. നമുക്ക് എന്ത് ചെയ്യാം, ഷാന ബഷാന കന്ദേസെ കന്തേ മിലാക്കർ നമുക്ക് ആകെ ബഡ്നാ ഹൈ, നമുക്ക് എന്ത് ചെയ്യണം, ജീവിതത്തിന്റെ ഈ നോക്ക് എന്ത് ചെയ്യണം, മുന്നോട്ട് കൊണ്ടുപോകണം. ഓക്കെ, അടുത്തത് ഇനി ഒന്നുമില്ല, കാര്യമായിട്ടൊന്നുമില്ല, പക്ഷെ നമുക്ക് സാധാ വാക്കുകളാണ്. ഇത് 4 വരിയാണ് നമുക്ക് എന്ത് ചെയ്യണം, പ്രധാനമായിട്ടും നോക്കേണ്ടത്. അത് നാളെ കഴിഞ്ഞു. ഇനി അടുത്തത്, ഇനി ജിന്ദഗി ജഹദ് മേ ഹേ, ജീവിതം എന്താണ്, നിരന്തര പരിശ്രമത്തിലാണ്. നമ്മളിത് ചാന്തോർ താരെ അതില് ഇക്ബാൽ പറഞ്ഞ അതേ ആശയം തന്നെയാണ് മറ്റൊരു രൂപേണ കൈഫി ആസമി തന്റെ കവിത ഔരത്തിലൂടെ വിവരിക്കുന്നത്, ഈ വരിയിലൂടെ വിവരിക്കുന്നത്. ജിന്ദഗി ജഹദ് മേ ഹേ, ജീവിതം എന്തിലാണ്, നിരന്തര പരിശ്രമത്തിലാണ്. സബർക്ക് കാബൂ മെ നഹി, ജിന്ദഗി ജഹദ് മെ ഹേ സബർക്ക് കാബൂ മെ നഹി, നബ്സെ ഹസ്തി കാ ലഹു കാമ്പത്തെ ആസു മെ നഹി. അതായത് ജീവിതം എന്ന് പറയുന്നത് നിരന്തര പരിശ്രമത്തിലാണ്. സബർക്ക് സ്വസ്ഥമായിട്ട് ഇരിക്കുന്ന ആളുടെ കരങ്ങളിലല്ല, അതായത് ക്ഷമയോടുകൂടെ ഇരിക്കുന്ന ആളുകളുടെ കരങ്ങളിലല്ല എന്തുള്ളത്, ജീവിതം എന്നുള്ളത്. ജീവിതത്തിന്റെ അർത്ഥം എപ്പോഴാണ് നമുക്ക് ജീവിതം എപ്പോഴാണ് മൈനി ഫീസ് ബന്തി ഹൈ, എപ്പോഴാണ് ജിന്ദഗി ജിന്ദഗി മുസൽസിൽ ജദ്ദോ ജഹദ് ക നാമ ഹെ, ജീവിതം എന്ന് പറയുന്നത് നിരന്തര പരിശ്രമത്തിന്റെ പേരാണ് എന്ത്, ജീവിതം എന്ന് പറയുന്നത്. അതിലാണ് ജീവിതം ഉള്ളതും. അത് അല്ലാതെ എന്തിലല്ല, സബർക്ക് കാബൂമെ നഹി, അതായത് ക്ഷമയുടെ ഒന്നും കാടാതെ നമ്മൾ എന്ത് ചെയ്യുക, ക്ഷമിച്ചിങ്ങനെ ഇരുന്ന് എല്ലാം സഹിച്ചുകൊണ്ടിരിക്കണ അതിന്റെ നിയന്ത്രണത്തിലല്ല ജീവിതം എന്ന് പറയുന്നത്. ജീവിതം എന്ന് പറയുന്നത് നിരന്തര പരിശ്രമത്തിലാണ്. അപ്പോൾ ജീവിതം എന്ന് പറയുന്നത് മുസൽസൽ ജദ്ദോ ജഹദ് ക നാമ ഹെ, നിരന്തര പരിശ്രമത്തിന്റെ പേരാണ്. പിന്നെ അടുത്തത് നബ്സെ ഹസ്തിക, ഹസ്തി പറഞ്ഞ ജീവിതം, നബ്സെ ഹസ്തിക സ്വത്വം ആണെങ്കിലും എന്ത് വെക്കാം, ഹസ്തി എന്ന് പറഞ്ഞാല് സ്വത്വം അല്ലെങ്കിൽ ജീവിതം, ജീവിതമാണെങ്കിലും വെക്കാം. നബ്സെ ഹസ്തി, ജീവിതത്തിന്റെ മിടിപ്പ്, നബ്സെ ഹസ്തിക ലഹു, ജീവിതത്തിന്റെ മിടിപ്പാകുന്ന മിടിപ്പ്, നബ്സെ ഹസ്തിക ലഹു കാമ്പത്തെ ആസൂമെ നഹി, അതായത് ജീവിതത്തിന്റെ മിടിപ്പിന്റെ രക്തം, മിടിക്കുന്ന രക്തം, ജീവിതത്തിന് മിടിക്കുന്ന ആ രക്തം, അത് കാമ്പത്തെ ആസൂമെ നഹി, വിറയാറുന്ന കണ്ണുനീരിലല്ല. അതായത് എന്താണ് നബ്സെ അസ്തി, സ്വത്വം വ്യക്തമായിട്ടോ, സ്വത്വത്തിന്റെ വെച്ചാ പോരാ,
ഹലോ നമ്മുടെ അസ്തിത്വം എന്നുള്ളത് എന്താണ്? ലഹു നഫ്സ് ഹസ്തിക ലഹു, നമ്മുടെ അസ്തിത്വം കാമ്പത്തെ ആസുമെനഹി, അതിങ്ങനെ പേടിച്ച് വിറച്ചു നിൽക്കുന്ന, കണ്ണുനീരൊഴുക്കുന്നതിലല്ല, പകരം മെഹനത് മെഹ ജദ്ദു ജഹദ് മെഹ. ഉടനെ കുല്ലെ മെഹെ നിക്കഹത്ത്, അതായത് പറന്നിട്ട്, അതുപോലെ തന്നെ തുറന്ന് ഉടനെ കുല്ലെ മെഹെ നിക്കഹത്ത്, അതായത് അതായത് പ്രകാശം ഉയർന്ന, അഥവാ നമ്മള് ഫ്രാങ്കായിട്ട് തുറന്ന് പറക്കുന്നതിലാണ് ഇതിൽ പ്രകാശമുള്ളത്. ഹുമേ ഗേസൂമെ നെഹി, അതായത് ഹുമ പറഞ്ഞാൽ കെട്ട്, ഗേസു പറഞ്ഞാൽ മുടിക്കെട്ടിലല്ല, അതായത് മുടിക്കെട്ടിലല്ല, മറിച്ച് എന്താണ്, മുടി തുറന്നിട്ട് പറക്കുന്നതിലാണ്. അതായത് സ്ത്രീ സ്വാതന്ത്ര്യമാണ് ഇവിടെ പറയുന്നത് കേട്ടോ. പർദെ ആസാദി, സ്വാതന്ത്ര്യത്തിനേക്ക് ഒരു സൂചനയാണ്. അപ്പൊ ഉടനെ കുല്ലേമ ഓല് എന്താണ് ഇസ്തിറാക്കി പസന്താണ് ഇതൊക്കെ. ഉടനെ കുല്ലേമെഹെ നിക്കഹത്ത് ഹുമേ ഗേസൂമെ നെഹി, അതായത് അടച്ചിട്ട് കെട്ടിയിട്ട് മുടിച്ചുരുളിലല്ല, മറിച്ച് എന്താണ്, പിന്നെ പാറിപ്പറക്കുന്ന അന്തരീക്ഷത്തിൽ പാറിപ്പറക്കുന്ന മുടികൾക്കാണ് എന്തുള്ളത്, കൂടുതൽ സുഗന്ധമുള്ളത്. ജന്നത്ത് എക് ഓർ ഹെ, ഇത് വളരെ പ്രധാനപ്പെട്ട കേട്ടോ, ഇനി പറയാൻ പോണ മിസ്ര. ജന്നത്ത് എക് ഓർ ഹെ, വേറെയുണ്ട്, സ്വർഗം വേറെയുമുണ്ട്. ജോ മർദ് പഹ്ലൂമെ നെഹി, പഹ്ലു പറഞ്ഞ ചാരത്ത്, സമീപത്ത്, പുരുഷന്റെ സമീപത്തല്ലാത്ത വേറെയും ഉണ്ട് ഒരുപാട് സ്വർഗമുണ്ട്. യഖീനൻ മർദ് के पास भी एक जन्नत है, आपको आराम की जिंदगी गुजार सकती है, उसके अलावा भी एक और जन्नत है, उस पर भी आपको वहां भी आपको जाना है, അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, പോകേണ്ടതുണ്ട്. ഉസ്കി ആസാദ് റവിഷ് പർ ഭി മുചൽനാ ഹെ തുജെ, അവന്റെ ഉസ്കി ആസാദ് റവിഷ്, സ്വതന്ത്രമായ റവിഷ് പറഞ്ഞ പോക്ക്, സ്വതന്ത്രമായ പോക്കുകളിലും നിനക്ക് എന്ത് ചെയ്യണം, തുള്ളിച്ചാടേണ്ടതാണ്. മുച്ചല്ല എന്ന് പറഞ്ഞാൽ തുള്ളിച്ചാടുക, ഇവിടെ വിടക്കുക, തുള്ളിച്ചാടാൻ തുജെ. അപ്പൊ അദ്ദേഹം ആസാദ് റവിഷിൽ അദ്ദേഹം പോകുന്നുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യണം, അതിന്റെ പിന്നാലെ എന്ത് ചെയ്യണം, ആസാദ് റവിഷിൽ നീ അതിന്റെ പിന്നാലെ എന്ത് ചെയ്യണം, പോകണം. കാരണം ഉട്ടുമെരി ജാൻ, എന്റെ പ്രിയതമേ നീ എണീക്ക്, മേരെ സാത്ത് ഈ ചലന തുജെ, എന്റെ ഒപ്പം തന്നെ നിനക്ക് എന്ത് ചെയ്യണം, പോകേണ്ടതാണ്, നടക്കേണ്ടതാണ്. എന്റെ പിന്നിലും അതുപോലെ തന്നെ എന്റെ മുമ്പിലും നീ നടക്കരുത്, എന്റെ ഒപ്പം എന്നോട് തോളോട് തോട് ചേർന്ന് നീ എന്ത് ചെയ്യണം, എന്നോടൊപ്പം വരണം എന്നാണ് കവി പറയണത്. ഉസ്കി ആസാദ് റവിഷ് എന്ന് പറഞ്ഞാൽ, ആസാദ് റവിഷ് സ്വതന്ത്രമായ നടത്തം. മുച്ചല്ല എന്ന് പറഞ്ഞാല് തുള്ളിച്ചാടേണ്ടതാണ്, അതായത് ഒപ്പം നടക്കേണ്ടതാണ്. ഖദർ അബ് തക് തേരി താരിഖിനെ ജാനി ഹി നഹി, ഖദർ മൂല്യം, വാല്യൂ, നിന്റെ മൂല്യം, അബ് തക് ഇനിയും അബ് തക് ഇതുവരെ, തെരി താരീഖിനെ നിന്റെ ചരിത്രം എന്ത് ചെയ്യില്ല, നിന്റെ മൂല്യം ഇതുവരെ ചരിത്രം അറിഞ്ഞിട്ടേ ഇല്ല. ജാനീഹി നഹി, അറിഞ്ഞിട്ടേ ഇല്ല. തുജ്മെ ഷോലെ, ഇവിടെ വന്നില്ലേ, തുജ്മെ ഷോലെ ബി ഹെ ബസ് അഷ്ക് ഫഷാനീഹി നഹി, നിന്നിൽ എന്തുണ്ട്, വിപ്ലവം ഉണ്ടാക്കാനുള്ള ശേഷിയും നിന്നിലുണ്ട്. ജോലയുമുണ്ട്. ബസ് വെറും, ബസ് പറഞ്ഞ ജസ്റ്റ്, വെറും അഷ്ക് ഫഷാനിഹി നഹി, കണ്ണുനീര് വാർക്കല് മാത്രല്ല നിനക്കറിയാം, മറിച്ച് വിപ്ലവം സൃഷ്ടിക്കാനും നിനക്ക് അറിയാം എന്ന് കവി പറയാണ്. തുജ്മെ ഷോലെ ബി ഹേ ബസ് അഷ്ക് ഫഷാനിഹി നഹി, തൂ ഹഖീഖത്ത് ബി ഹേ ദിൽചസ്പ് കഹാനി ഹി നഹി. നീ എന്താണ്, സാധാരണ നമ്മളുടെ കഥകളിലൊക്കെ എന്താണ്, ഈ സ്ത്രീന്റെ റോളും എന്നും അങ്ങനെ തന്നെയാണ്, അത് മാറിയിട്ടില്ല, കാലങ്ങൾ ഇത്രയും കഴിഞ്ഞിട്ടും എന്തില്ല, മാറിയിട്ടില്ല. എന്താ, ഒരു മഷൂഖാന്റെ റോളിൽ എന്ത് ചെയ്തു, കൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. സ്ത്രീ എന്ന് പറയുമ്പോൾ മറ്റുള്ള ഇപ്പൊ ചെറുതായിട്ട് മാറിക്കൊണ്ടിരിക്കും നമ്മളെ കഹാനികളില്. പണ്ട് കാലത്തൊക്കെ കഹാനികളില് സ്ത്രീ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു മാഷൂക്കയാണ്, അത്രയും മാഷൂക്ക ഹി കി ജാതി തീ, എന്താണ് കാണപ്പെട്ടിരുന്നത്. ഒരു സ്ത്രീനെ മാഷൂക്കയായിട്ട് മാത്രമേ കരുതപ്പെട്ടിരുന്നത്. പക്ഷെ ഇന്ന് ഇത് മാറിയിട്ടുണ്ട്. ഇന്നെന്താണ്, ഒരു ജിന്ദ ഹക്കീക്കത്ത്, ഒരു ജീവിച്ചിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്, ഒരു കളിപ്പാട്ടം മാത്രമല്ല, ഇന്നെന്താണ്, ഒരു യാഥാർത്ഥ്യമാണ്. മറ്റുള്ളവർക്കുള്ള വികാരം, ജസ്ബാത്ത്, എഹ്സാസാത്ത്, തമാം ചീസും ജോ മർദ് കർ സക്തേ ഹേ ഔരത്ത് ഭി കർ സക്തി ഹേ, ഔരത്തിന് എന്ത് ചെയ്യാന്നാണ്, ചെയ്യാൻ പറ്റുന്നതാണ്. തൂ ഹക്കീക്കത്ത് ബി, നീ ഒരു യാഥാർത്ഥ്യമാണ്. ദിൽചസ്പ് കഹാനീനെ, ഒരു മനോഹരമായ കഥകൾ മാത്രമല്ല, പിന്നെ എന്തും കൂടിയാണ്, ഹക്കീക്കത്താണ്, ഒരു ജിന്ദ ഹക്കീക്കത്ത് കി സൂറത്തും തൗർ പർ ഔരത്ത് കോ യഹാ പർ ഷായർ പേഷ് കർ രഹേ ഹേ, അവതരിപ്പിക്കുകയാണ്. തെരി ഹസ്തി ബി ഹേ, നിനക്ക് നിന്റേതായ ഒരു സ്വത്തമുണ്ട്, അതായത് നിനക്ക് നിന്റേതായ ഒരു സ്വത്തമുണ്ട്, അസ്തിത്വമുണ്ട്. ഏക് ചീസ് ജവാനി ഹി നഹി,
അതായത് യുവത്വം എന്നുള്ള ഒരു സാധനം മാത്രമല്ല നീ. അതായത് സൗന്ദര്യം, ജവാനി പറഞ്ഞ സൗന്ദര്യമാണെങ്കിൽ വെക്കാം. സൗന്ദര്യം ഉള്ള ഒരു അതായത് ചുറുചുറുക്കുള്ള യുവത്വമുള്ള ഒരു വസ്തു എന്നതിലപ്പുറം നീ എന്തുണ്ട്, നിന്റേതായ ഒരു അസ്തിത്വമുണ്ട്. മരണം വരെ നിനക്ക് കാത്തു സൂക്ഷിക്കാൻ നിനക്ക് എന്താവുന്നതാണ്, കഴിയുന്നതാണ്. കാരണം നിനക്കുണ്ട് നിന്റേതായ അസ്തിത്വം ഉണ്ട്, എൻഡൈറ്റി ഉണ്ട്. അപ്പിനി താരീഖ ഉൻവാൻ ബദൽനായ തുജ. ഇത്രയും കാലം ജനങ്ങള്, അതുപോലെ തന്നെ കവികള്, അതുപോലെ തന്നെ കഥാകൃത്തുകാര്, അതുപോലെ ചരിത്രകാരന്മാര് ഇവരൊക്കെ കൽപ്പിച്ചു പോകുന്ന പദവി ഉണ്ടല്ലോ മഷൂഖാന്റെ, അതുപോലെ തന്നെ നീ എന്താണ് ഒന്നിനും കൊള്ളാത്തതാണ് പറഞ്ഞിരുന്ന ആ പദവിയില്ലേ. പിന്നെ താരീഖ ഉൻവാൻ തന്റെ ചരിത്രത്തിന്റെ ആ ഹെഡ്ലൈന്, ശീർഷകം ബദൽനായ തുജെ, നിനക്ക് എന്ത് ചെയ്യണം, മാറ്റേണ്ടതുണ്ട്. ഉഡ് മെരി ജാൻ മേരെ സാത്ത് ഹി ചലനാ ഹെ തുജെ, ഗോഷേ ഗോഷേ മേ സുലഗ്തി ഹെ ചിതാ തേരെ ലിയേ. ലോകത്ത് എങ്ങും നോക്കിയാലും നിനക്ക് എന്തുണ്ട്, ഗോഷേ ഗോഷേമേ, ഓരോ മുക്കിലും മൂലയിലും സുലഗ്തി ഹേ, കത്തി കത്തുന്നു, ചിത കത്തുന്നു, തേരെ ലിയേ, നിന്റെ ശവം എടുക്കാൻ വേണ്ടിട്ട്, നിനക്ക് വേണ്ടിട്ട് അപകടം ഓരോ സ്ഥലങ്ങളിലും എന്ത് ചെയ്യുന്നുണ്ട്, പതിയിരിക്കുന്നുണ്ട്. ഘോഷേ ഘോഷേമേ, നിന്നെ നശിപ്പിക്കാൻ വേണ്ടിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പതിയിരിക്കുന്നുണ്ട്. ഫറസുക ബേസ് ബദൽത്തി ഹേ ഖസാ തേരെ ലിയേ. ഫറസുക, ഉത്തരവാദിത്വത്തിന്റെ വേഷങ്ങൾ നിനക്ക് മാറ്റുന്നു. ഖസാറിന വിധി, വിധി തേരെ ലിയേ, വിധി നിനക്ക് എന്താവുന്നു, ഉത്തരവാദിത്തത്തിന്റെ വേഷങ്ങൾ മാറ്റുന്നു. അതായത് മാറ്റിത്തരുന്നു. ഒരുപാട് എന്ത് ചെയ്യുന്നു, വേഷങ്ങൾ നിനക്ക് എന്താവുന്നു, അമ്മയെന്നും, അതുപോലെ തന്നെ എന്താണ് ഭാര്യയെന്നും, അതുപോലെ തന്നെ മകളെന്നും, അതുപോലെ തന്നെ ഫറസ് ബേസ് ബദൽത്തി ഹെ ഖസാ തേരെ ലിയേ. ഇവിടെ പറയണത് അതിനു പുറമെ ഫറസ് ഉത്തരവാദിത്തത്തിന്റെ വേഷം നിരന്തരം എന്ത് ചെയ്യുന്നു, മാറ്റുന്നു. ഖഹർ ഹേ തേരി, ഖഹർ ഹേ തേരി, ഹർ ഏക് നർം അദാ തേരെ ലിയേ. ഖഹർ ഹേ, അപകടമാണ്, അസാബ് ഹേ, ശിക്ഷയാണ്, ഇടങ്ങേറാണ്, തക്ലീഫ് ഹേ, തെരി, നിന്റെ എന്ത്, അറിയേക്ക് നിറം, ലോലമായ അതാ ചേഷ്ടി, അതാ പറഞ്ഞാല് ചേഷ്ടി, തേരലിയെ, നിനക്ക് നിന്റെ ഓരോ ലോലമായ ചേഷ്ടിയും നിനക്ക് എന്താണ്, ഖഹർ ഹേ, അസാബാണ്. ശരിയാണ്, എന്താണ്, യാഥാർത്ഥ്യവുമാണ്. എന്താണ്, നമ്മളുടെ ഓരോ എന്താണ് നിറം അതാ, അതായത് ലോലമായ നിന്റെ ഓരോ ചേഷ്ടികൾ ഉണ്ടാവൂലേ, ആ ചേഷ്ടികളൊക്കെ നിനക്ക് എന്താണ്, അസാബായിട്ട് നിനക്ക് മാറുന്നതാണ്. ജഹർ ഹേ, അതെന്താണ്, വിഷം തന്നെയാണ്, വിഷം. ദുനിയാക്കി ഹവാ തേരലിയെ, ദുനിയാവിന്റെ ഈ പിന്നെ കാറ്റ് നിനക്ക് എന്താണ്, ജഹറിയും, അന്തരീക്ഷം അല്ലെങ്കിൽ കാറ്റ് നിനക്ക് എന്താണ്, തീർത്തും വിഷമാണ്. റുത്ത് പറഞ്ഞാൽ മോശം, കാലാവസ്ഥ. റുത്ത് ബദൽ ഡാൽ, കാലാവസ്ഥ എന്ത് ചെയ്യ്, മാറ്റ്. അഗർ ഫൂൽന ഫൽന ഇത്, നിനക്ക് പുഷ്ടിപ്പെടണം എന്നുണ്ടെങ്കിൽ, ഫൂൽന ഫൽന എന്ന് പറഞ്ഞാൽ പുഷ്ടിപ്പെടണം, വളരണം എന്നുണ്ടെങ്കിൽ, വികസിക്കണം എന്നുണ്ടെങ്കിൽ, തർക്കി കർണ ഹെ തോ ആക്കോ ഋതു ബദൽന ഹോഗ, നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഋതു ബദൽന ഹോഗി, മാറ്റേണ്ടി വരും. ഉഡ് മെരി ജാൻ മേരെ സാത്ത് ഹി ചലനാ ഹെ തുജെ. തോട് കെ റസം കാ ബുത്ത്, തോടുക്കെ എങ്ങനെ മാറ്റേണ്ടത്, തോടുക്കെ പൊട്ടിച്ചിട്ട്, റസം ക, റസം പറഞ്ഞ ആചാരം, കൺവെൻഷൻ, ആചാരം, ബുത്ത്, അതായത് ആചാരത്തിന്റെ ബുത്തുകളും ബിംബങ്ങൾ എന്ത് ചെയ്ത് പൊട്ടിച്ചിട്ട്, ബന്ദേ കഥാമത് സനിക്കൽ, അതായത് ആചാരമാകുന്ന ബിംബങ്ങളെ നീ പൊട്ടിച്ചിട്ട്, അതുപോലെ തന്നെ ബന്ദേ കഥാമത്ത്, ബന്ദ പറഞ്ഞ ബന്ധനം, കഥാമത്ത് പറഞ്ഞ പഴയ പുരാതനമായ ബന്ധനങ്ങളിൽ നിന്ന് നിനക്ക് എന്ത് ചെയ്യണം, മുന്നേറണം, പുറത്തു വരണം, സ്വതന്ത്രമാവണം. തോടുക്കെ പൊട്ടിച്ചിട്ട്, രസം കബുത്ത്, അതായത് കൺവെൻഷൻ, അതായത് ആചാരമാകുന്ന ബിംബങ്ങളെ കച്ചുടച്ചുകൊണ്ട് പാരമ്പര്യത്തിന്റെ ബന്ധനങ്ങളിൽ നിന്ന് നിനക്ക് മോചിതയാവണം. അഷറത്ത് സനിക്കൽ, അഷറത്ത് പറഞ്ഞാല്, സുഖം, നിന്നെ എന്ത് ചെയ്യുന്നു, നിന്നെ ദുർബലപ്പെടുത്തുന്ന നല്ല സുഖസൗകര്യങ്ങളിൽ നിന്ന് നീ എന്ത് ചെയ്യണം, പുറത്തു വരണം. വഹ്മേ നസാഖത്ത് സനക്കൽ, ലോലമായ ചിന്തകളിൽ നിന്ന് നീ എന്ത് ചെയ്യണം, പുറത്തു വരണം. എന്നാലും നിനക്കുണ്ട് ധൈര്യമുള്ള ഒരു ചങ്കുറപ്പോടുകൂടെ നല്ല നല്ല തീരുമാനങ്ങൾ നിനക്ക് എടുക്കാൻ ആവുകയുള്ളൂ. അല്ലെങ്കിൽ ഈ അഷറത്തും അതുപോലെ തന്നെ ബഹ്മേ നസാഖത്തും നിന്നെ ദുർബലപ്പെടുത്തുകയും, നിന്നെ കംസൂർ കർദേത്തി ഹേ, നിന്നെ എന്താവുന്നതാണ്, അതൊക്കെ എന്താവുന്നതാണ്, ദുർബലപ്പെടുത്തുകയാണ് ചെയ്യുക. നഫ്സുക്കെ കീഞ്ചെ ഹോയ ഹൽക്കയ അസ്മത്ത് സനിക്കൽ, നഫ്സുക്കെ അതായത് സ്വയം, നഫ്സുക്കെ പറഞ്ഞാല് സ്വയം, കീഞ്ചെ ഹോയ വരച്ച, ഹൽക്ക പറഞ്ഞ വൃത്തം, അസ്മത്ത് ഹൽക്ക, അസ്മത്ത് പറഞ്ഞാല് ഔന്നിത്യത്തിന്റെ വൃത്തത്തിൽ നിന്ന് നിക്കൽ, പുറത്തു പോവാ. അതായത് സ്വയം നീ തന്നെ വരച്ചു, നിനക്ക് ഔന്നിത്യം ഉണ്ടാവുക ഈ അതിന്റെ പരമ്പരയിൽ ഉള്ളിൽ നിന്നാൽ മാത്രമേ നിനക്ക് എന്തുണ്ടാവുകയുള്ളൂ, നിനക്ക് ഇസമത്ത് ഉണ്ടാവും, ഔന്നിത്യം ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞു. ആ അസമത്ത്, ആ വരച്ചിരിക്കുന്ന ആ വൃത്തത്തിൽ നിന്ന് നീ പുറത്തു പോവാ. നഫ്സുക്കെ കീഞ്ചെ ഹോയ ഹൽക്കയെ അസ്മത്ത് സനിക്കൽ, സ്വയം വരച്ച ഔന്നിത്യത്തിന്റെ വൃത്തത്തിൽ നിന്ന് നീ എന്ത് ചെയ്യ്, പുറത്തു പോവാ.
ഖൈദ് പഞ്ചായത്ത് മുഹബ്ബത്ത് തോ മുഹബ്ബത്ത് സെനിക്കൽ. അഗർ നിന്റെ പ്രണയം നിനക്കൊരു നിന്നെ സ്വാതന്ത്ര്യം നിന്റെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നു നിങ്ങൾ ഖൈദ് പഞ്ചായെ. ഖൈദ് പറഞ്ഞാല് നിന്നെ കൊടുക്കുകയാണെങ്കിൽ ഒരു സ്ഥലത്ത് എന്ത് ചെയ്യാം ബന്ധിപ്പിക്കുകയാണെങ്കിൽ മുഹബത്ത് നിനക്ക് വേണ്ട മുഹബത്തിൽ നീ എന്ത് ചെയ്യണം പുറത്തു പോവാ. രാഖി ഹാർഹിക്ക വഴിയിലെ മുള്ളു മാത്രമല്ല ഉൽബി കുത്തന്നായത് വഴിയിലുള്ള മുള്ളുകൾ മാത്രമല്ല നിനക്ക് മാറ്റേണ്ടത്. അത് മാത്രല്ല ഗുൽബി പൂവ് നിനക്ക് എന്ത് ചെയ്യണം കുച്ചല്ല അതായത് വിഷമങ്ങൾ നിനക്ക് സഹിക്കണം. അതുപോലെ തന്നെ സുഖങ്ങൾ ഉണ്ടെങ്കിൽ ആ സുഖങ്ങൾ നീ എന്ത് ചെയ്യണം ത്യജിക്കണം. എന്നാലും നിനക്ക് എന്തുണ്ടാവുള്ളൂ നിനക്ക് സ്വന്തമായിട്ടുള്ള ഒരു ഷഖ്സിയത്ത് ഒരു ഹസ്തി പൈതാക്കർ സക്തി ഹേ ഉണ്ടാക്കാൻ നിനക്ക് എന്ത് ചെയ്യുള്ളൂ സാധിക്കുള്ളൂ. മെരി ചാൻ മേരെ സാത്തി ഹി ചലനാ ഹൈ തുജേ. മനസ്സിലായില്ലേ? അപ്പോ ഇവിടെ ഖൈദ് പഞ്ചായത്ത് ഇത് വളരെ പ്രധാനപ്പെട്ട ഖൈദ് പഞ്ചായത്ത് മുഹബത്ത് സെനിക്കൽ. നിന്റെ പ്രണയം നിനക്ക് എന്ത് ചെയ്യണം നിന്നെ എന്ത് ചെയ്യാം കൂച്ചു വിലങ്ങിടുകയാണെങ്കിൽ നിന്നെ എന്ത് ചെയ്യാം ഖൈദാക്കി ഇടുകയാണെങ്കിൽ ഖൈദി പഞ്ചായത്തി ബനാ ദേത്തി ഹെ തോ വോ മുഹബത്ത് സെ ഭി നിക്കൽ. രാഖ ഖാർഹിക്ക അന്ന് മാത്രല്ല പിന്നെന്താ ഗുല്ല് എന്ന് പറഞ്ഞാൽ സുഖ സൗകര്യങ്ങൾ പുഷ്പങ്ങൾ നിനക്ക് എന്ത് ചെയ്യേണ്ടി വരും കുച്ചല്ല കുച്ചല്ല എന്ന് പറഞ്ഞാല് ചവിട്ടി അരക്കണം അതായത് തകർക്കണം. उठ मेरी जान मेरे साथ ही चलना है तुझे तोड़ ये अज़म शिकन सिलसिले पंद भी तोड़ 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 ये अज़म शिकन सिलसिले 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 पंद भी तोड़ तेरी खातिर है जो जंजीर वो सौगंध भी तोड़. ഓക്കെ തോട് നീ എന്ത് ചെയ്യും പൊട്ടിക്കൂ. ഈ അസം ഷിക്കൻ എന്ന് പറഞ്ഞാൽ നിന്റെ അസം നിശ്ചയദാർഢ്യം നിന്റെ നിശ്ചയദാർഢ്യത്തെ തകർക്കുന്ന ഉപദേശങ്ങളുടെ പരമ്പരയും നീ അതായത് എന്താ പറയണത് നിന്റെ അടിയുറച്ച വിശ്വാസത്തെ തകർക്കുന്ന പിന്നെ ആളുകളുടെ ഉപദേശങ്ങൾ ഉണ്ടാവൂലേ നിന്റെ നിശ്ചയദാർഢ്യത്തെ തകർക്കുന്ന ഉപദേശങ്ങളുടെ പരമ്പരയും നീ എന്ത് ചെയ്യ് ഉല്ലംഘിക്ക് പൊട്ടിക്ക്. തേരി ഖാത്തിർ ഹേ ജോ ജംജീർ നിനക്ക് വേണ്ടിയിട്ടുള്ള ജോ ജംജീർ ഹേ ജംജീർ വോ സൗഗന്ധ് ബി തോട് അതായത് ജോ ജംജീർ തേരി എന്താണ് തെരി ഖാത്തിർ ഹേ ജോ ജംജീർ വോ സൗഗന്ധ് ബി തോട്. അഗർ സൗഗന്ധ് പറഞ്ഞാൽ പിന്നെ കസം ഖാന അതായത് നീ ഒരു വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അത് നിനക്ക് എന്താണ് നിനക്ക് അതൊരു ജംജീറായി തീരുകയാണെങ്കിൽ ആ ജംജീർ ഒരു ചങ്ങലയായിട്ട് മാറുകയാണ് ഒരു ബന്ധനമായിട്ട് മാറുകയാണെങ്കിൽ ആ വാക്കും അതുപോലെ തന്നെ നീ എന്ത് ചെയ്യണം ലംഘിക്കണം. തോക്ക് യഹുബി ഹേ സുമറദ് ക ഗുലുബന്ധു ബി തോട് തോക്ക് യഹുബി ഹേ മാല ഇതുമാണ്. സുമറദ് ക ഗുലോബന്ധു ബി തോട് അത് സുമറദിന്റെ ഗുലോബന്ധും നീ എന്ത് ചെയ്യേണ്ടി വരും ഒഴിവാക്കേണ്ടി വരും. തോട് പൈമാനെ മർദാനെ ഹൃദബന്ധു ബി തോട് പുരുഷന്മാർ നിനക്ക് കൽപ്പിച്ചു വെച്ച ഹൃദബന്ധ് ബുദ്ധിമാന്മാരായ പുരുഷന്മാർ നിനക്ക് കൽപ്പിച്ച മാനദണ്ഡം പൈമാനാർന്ന മാനദണ്ഡങ്ങളെയും നീ എന്ത് ചെയ്യ് ഉല്ലംഘിക്ക് നശിപ്പിക്ക്. ബൻകെ തൂഫാൻ ചലക്കിനാഹെ ഉബൽനാഹെ തുജെ ഒരു തൂഫാൻ എന്ന് പറഞ്ഞാല് കൊടുങ്കാറ്റായിട്ട് നിനക്ക് എന്ത് ചെയ്യണം അതിൽ വെള്ളപ്പൊക്കമായിട്ട് നിനക്ക് നിറഞ്ഞ് കവിയണം അതുപോലെ തന്നെ തിളക്കുകയും വേണം നീ. ഉഡ് മേരി ജാൻ മേരെ സാത്ത് ഹി ചലനാ ഹൈ തുജെ तू फलातूनो अरस्तो है तो जोहर परवीन. നിനക്ക് ആരും ആവാൻ പറ്റും അഫ്ലാത്തൂനും ആവാൻ പറ്റും അറസ്തവും ആവാൻ പറ്റും. പുരുഷന്മാർക്ക് അങ്ങനെ ആവാൻ പറ്റുന്നെങ്കിൽ നിനക്കും എന്താവാൻ പറ്റുന്നതാണ് അങ്ങനെ ആവാൻ പറ്റുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ സുഹറ പർവീനുമാണ് നീ സുഹറ പർവീനും ആണ്. അതുപോലെ തന്നെ തെരി ഖബ്സെ മെ ഹെ ഗർദോം തെരി ടോക്കർ മെ ജമീൻ നിന്റെ കൈപിടിയിലാണത് ആകാശം നിന്റെ കാലിന്റെ ചുവട്ടിലാണ് जमीन भूमि. हाँ उठा जल्द उठा पाए मुकद्दर से जबीन. हाँ
ഉടാ നീ ഉയർത്ത്, ജൽദ് പെട്ടെന്ന്, ഉടാപ്പായെ എത്രയും പെട്ടെന്ന് കഴിയുന്നെങ്കിൽ അത്രയും പെട്ടെന്ന് നീ എന്ത് ചെയ്യ്, വിധിയിൽ നിന്ന് നിന്റെ തല എന്ത് ചെയ്യ്, ഉയർത്ത്. മേ ബി റുക്കിനേക്കാ നഹി, ഞാനും നിൽക്കുകയില്ല. വക്ത് ബി റുക്കിനേക്കാ നഹി, സമയം എന്തില്ല നിൽക്കുകയില്ല. അതുകൊണ്ട് നീ ഇപ്പൊ തന്നെ എത്രയും പെട്ടെന്ന് നിനക്ക് കഴിയുമെങ്കിൽ അത്രയും പെട്ടെന്ന് നീ എന്ത് ചെയ്യ്, നീ മുഖദ്ദർസ് എന്ത് ചെയ്യും, തന്നെ ജബീൻ തല എന്ത് ചെയ്യ്, ഉയർത്തു. ലടുക്കടായേഗി കഹാം, കഹാദക്ക് എത്ര കാലം നീ എന്ത് ചെയ്യും, വിറകലിച്ച് ഇങ്ങനെ നടക്കും. ഒക്കെ സമ്പൽനാഹി തുജെ, നിനക്ക് സ്വയം നിയന്ത്രിക്കേണ്ടതാണ്. മേരി ജാൻ മേരെ സാത്തി ചലനാഹി തുജെ, നിനക്ക് എന്ത് ചെയ്യണം, എന്റെ പിന്നെ ഒപ്പം തന്നെ നീ എന്ത് ചെയ്യണം, നടക്കണം എന്ന് കവി പറയുകയാണ്. അപ്പൊ ഇതിൽ എന്താ പറഞ്ഞു ചോദിച്ചാല്, പിന്നെ ഇതില് കവി എത്ര മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, സ്ത്രീ എന്നുള്ള ഒരു जिंदा हकीकत के तौर पर पेश की है, वो तमाम काम जो मर्द कर सकता है औरत भी कर सकती है. അതിന് നിച്ചോട് ഇത്ര മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ എന്താണ്, കവി എന്ത് ചെയ്യണം, ആലങ്കാരികമായിട്ട് ഷായറാന അന്താസ് अपनी बात को रखा है. जी सर. അപ്പോ ഇതിൽ പറഞ്ഞല്ലോ തൂ ഫലാത്തൂൻ വരിസ്തു ഹേ തൂ സഹറ പർവീൻ. ഇവിടെ പറയും ഫലാത്തൂൻ എന്ന് പറഞ്ഞാൽ അഫ്ലാത്തൂൻ, അഫ്ലാത്തൂൻ എന്ന് പറഞ്ഞാൽ പ്ലാറ്റോ. അതുപോലത്തെ അരിസ്തു എന്ന് പറഞ്ഞാൽ അരിസ്റ്റോട്ടിലാണ്. അപ്പോ സുഹറ പർവീൻ ഇതൊക്കെ തിളങ്ങുന്ന നക്ഷത്രങ്ങളാണ്. അപ്പൊ നിനക്ക് ഈ ലോകത്തെ ഏറ്റവും മനോഹരമായ വസ്തുക്കളും ഏറ്റവും ഔന്നത്യത്തിലുള്ള വസ്തുക്കളും ഒക്കെ ഉണ്ടല്ലോ, ഈ ഏറ്റവും ഔന്നത്യത്തിലുള്ള ആളുകളും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിനക്കും മാറാൻ പറ്റും. ഇതൊന്നും സ്ത്രീക്ക് പറഞ്ഞതല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിന്നെ ചവിട്ടി മെതിക്കാൻ വേണ്ടിയിട്ട് ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടാവും പലരും. പക്ഷെ നീ എന്ത് ചെയ്യേണ്ടതില്ല, നീ അതൊക്കെ നീ എന്ത് ചെയ്യണ്ട, അതൊന്നും അംഗീകരിക്കണ്ട. പകരം നീ ചെയ്യേണ്ടതാണ്, നിന്റെ മുമ്പിൽ വരുന്ന എല്ലാം എന്താണ്, എല്ലാം നിന്റെ നിയന്ത്രണത്തിലാണുള്ളത്. നിനക്ക് വേണ്ടി നിന്നെ എതിർത്തുകൊണ്ട് വരുന്ന എന്തിനേയും നീ എന്ത് ചെയ്യണം, നീ ഭൂമിയെ എങ്ങനെയാണ്, നമ്മൾ ഭൂമിയുടെ മുകളിലല്ലേ നമ്മൾ ചവിട്ടി നടക്കുന്നത്, അതുപോലെ നീ എന്ത് ചെയ്യും, ആ രൂപത്തിൽ നീ കണ്ടാൽ മതി. ബാക്കി ആര് എന്ത് ഉപദേശം തന്നാലും നീ എന്ത് ചെയ്യണം, ഒരു ഉന്നത ലക്ഷ്യവുമായിട്ടായിരിക്കണം നീ മുമ്പോട്ട് പോവേണ്ടത്. അപ്പോഴേ നിനക്ക് എന്ത് ചെയ്യുള്ളൂ, ഉന്നതങ്ങളിലെത്താൻ കഴിയുള്ളൂ. ഹാ ഉഠാ ജൽദ് ഉഠാ പായെ മുഖദ്ദർ സെ ജബീൻ. നീ വിധി ഓർത്തുകൊണ്ട് പഴിക്കാൻ നിൽക്കണ്ട. വിധി ഓർത്തുകൊണ്ട് നീ വിധി വിധി ഇന്റെ വിധി ഇതാണെന്ന് പറഞ്ഞ് നിൽക്കേണ്ട ആളല്ല. പകരം എന്താണ്, നീന്റെ നെറ്റിത്തളത്തെ ജബീൻ നീ ഉയർത്ത്. എന്തിനു വേണ്ടിയിട്ട്, നീ വീണെടുത്ത് കിടന്ന് നിൽക്കല്ല വേണ്ടത്, പകരം നീ ഉണരൂ, അവർ നീ എണീക്കൂ. എന്തിന്, ഞാൻ പറയാൻ കാരണം എന്താണ്, മേ ബി രുക്കിനേക്കാനഹി വക്ത് ബി രുക്കിനേക്കാനഹി, ഞാനും ഇവിടെ നിൽക്കാൻ പോകുന്ന ആളല്ല, സമയം പിന്നീട് ഈ കഴിഞ്ഞു പോയ സമയമൊന്നും വരാൻ പോകുന്നതല്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം, ലഡ്ഖടായേഗി കഹാ തക് കെ സമ്പൽനാ ഹെ തുജെ, നീ ഇങ്ങനെ വിറങ്ങടിച്ച് നിൽക്കേണ്ട ആളല്ല, പേടിച്ചുകൊണ്ട് നിൽക്കേണ്ട ആളല്ല. സമ്പൽനാ ഹെ തുജെ, ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും, നിനക്ക് നിന്നെ തന്നെ നിയന്ത്രിച്ചുകൊണ്ട് മുമ്പോട്ട് പോവേണ്ടവളാണ് നീ. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, ഉഠ് മേരി ജാൻ മേരെ സാത്ത് ഹി ചൽനാ ഹെ തുജെ, എന്നോടൊപ്പം തന്നെ എനിക്ക് സഞ്ചരിക്കേണ്ടതുണ്ട്, എന്നോടൊപ്പം തന്നെ എനിക്ക് സഞ്ചരിക്കേണ്ടതുണ്ട്, അതിനുള്ള എല്ലാ അവകാശവും നിനക്കുണ്ട് എന്ന്. ഇതിനെ നമുക്ക് പല ഡയമെൻഷനിൽ നമുക്ക് അർത്ഥം വെക്കാം. ഒരു വിപ്ലവ കവിയാണ്, ഒരു സാമൂഹിക മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്, സ്ത്രീക്ക് ഒരു തരം പദവി കൊടുക്കാൻ സമൂഹത്തിൽ ആഗ്രഹിക്കുന്നുണ്ട്. എന്നും അവൾ എന്താണ്, ഉപഭോഗ വസ്തുവായിട്ട് വെറും ഒരു വിൽപ്പനച്ചരക്കായിട്ട് കാണുന്ന അതിനെ എതിർത്തുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും. സിനിമയിലാവട്ടെ മറ്റുള്ള എന്ത് ലോകത്തിലാവട്ടെ സ്ത്രീക്ക് എന്താണ്, എല്ലാം സഹിക്കേണ്ടവളായിട്ട് എന്ത് ചെയ്യുന്നു, പരിഗണിക്കപ്പെടുന്നുണ്ട്, ചിത്രീകരിക്കപ്പെടുന്നുണ്ട്. അതിന് വിരുദ്ധമായിട്ട് നമുക്ക് എടുക്കാം. പകരം എന്താണ്, ഒരു അസ്തിത്വമുണ്ട്, ആ അസ്തിത്വത്തിന് വേണ്ടി ശ്രമിക്കണം എന്നുള്ള രൂപത്തിൽ നമുക്ക് എടുക്കാൻ പറ്റും. അതുപോലെ മറ്റൊരർത്ഥത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ചില സ്ത്രീകളെ കാണും, അവരുടെ ഭർത്താക്കന്മാരൊക്കെ എന്താണ്, മഹാ കള്ളുകൂടിയന്മാരും തെറ്റ് ചെയ്യുന്ന ആളുകളും ഒക്കെ ആയിരിക്കും. അപ്പൊ ഇതെല്ലാം കൂടി സഹിച്ചിങ്ങനെ നിൽക്കേണ്ട ആളല്ല. പകരം എന്ത് ചെയ്യാണ്, നിനക്കും നിന്റേതായ ഒരു അസ്തിത്വമുണ്ട്, നിനക്കും എന്ത് ചെയ്യാം, സ്വതന്ത്രമായിട്ട് ചിന്തിക്കാം. അവന് ഇങ്ങനെ കുറെ കാലം കൊണ്ടു നടക്കേണ്ട ആളല്ല, എല്ലാം സഹിച്ചുകൊണ്ട് നിൽക്കേണ്ട ആളല്ല നീ. പകരം നിനക്കും എന്ത് ചെയ്യാം, മാറി ചിന്തിക്കാം. എന്താ, നിനക്ക് മാറി ചിന്തിക്കാവുന്നതാണ്. ആളുകൾ എന്തോ പറഞ്ഞോട്ടെ, ആ ഒരു കുടുംബത്തിന് നോക്കേണ്ട ഉത്തരവാദിത്തത്തിന്റെ തലയിലിട്ടേക്കാം. പക്ഷെ നീ എന്ത് ചെയ്യേണ്ടതില്ല, അംഗീകരിക്കേണ്ടതില്ല. അതുപോലെ എല്ലാം സഹിക്കേണ്ടവളല്ല നീ. എല്ലാ ആളുകളും എന്ത് ചെയ്യും, ഇതാണ് റസ്മ്, ഇതാണ് അങ്ങനെയാണ്, ഇതാണ് റിവാജ്, ഇതാണ് നമ്മളുടെ പാരമ്പര്യം, ഇതാണ് നമ്മുടെ രീതി എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കാൻ ശ്രമിച്ചേക്കാം. നീ അതൊന്നും ഫോളോ ചെയ്യണ്ട. നിനക്ക് എന്ത് ചെയ്യാം,
അദ്ദേഹത്തിനെ പോലെ തന്നെ നിനക്കും അവകാശങ്ങളുണ്ട്, അദ്ദേഹത്തെ പോലെ നിനക്കും പരിശ്രമിക്കാം. ആരും ഒരാളും ഒരാളുടെ പിന്നിലില്ല, ഒപ്പത്തിനൊപ്പമാണ്. എല്ലാവരും ശ്രമങ്ങളാണ് ആവശ്യം. അങ്ങനെയാണെങ്കിൽ മാത്രമേ കാലത്തിന് ഈ ചരിത്രം മാറ്റി എഴുതാൻ പറ്റുകയുള്ളൂ എന്നുള്ള രൂപത്തിലാണ് ഇദ്ദേഹം അവതരിപ്പിക്കുന്നത്. എന്തായാലും വളരെ ഉഷാറായിട്ട് നമ്മുടെ റഫീഖ് മാഷി വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഇങ്ങനെ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നന്ദി രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ ഞങ്ങൾ നിർത്തല്ലേ റഫീഖ് മാഷി? ഹലോ. അതെ.